ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എയർഗണ്ണാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു എയർഗണ്ണാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഗണ്ണ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം നോക്കാം, പിന്നെ അതിൻ്റെ ടെസ്റ്റും നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗണ്ണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മെറ്റൽ പൈപ്പാണ്. ഈ ഒരു മെറ്റൽ പൈപ്പും അതേപോലെ തന്നെ 2 റെഡ്യൂസറുകളും 1.25 ഇഞ്ചിൻ്റെ മെറ്റൽ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ റെഡ്യൂസർ യൂസ് ചെയ്തിരിക്കുന്നത് 1.25 അരയിലേക്കുള്ള ഒരു റെഡ്യൂസറും അതേപോലെ തന്നെ നമ്മുടെ വാൾ ട്യൂബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ടറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാൾ ട്യൂബ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ എയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാൾവ് 1/2 ഇഞ്ചിൻ്റെ ഈ ഒരു വാൾവാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഡ്യൂസറിൽ നിന്നൊരു കണക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഗണ്ണ് നമ്മൾ ഓൾറെഡി കുറേ കാലം മുന്നേ ബിൽഡ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ബിൽഡിംഗ് വീഡിയോസൊന്നും നമ്മൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗണ്ണ് കണക്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വാൾ ട്യൂബ് കണക്ട് ചെയ്യുന്നതും അതേപോലെ ഈ ഒരു ഗണ്ണിൻ്റെ ഈ ഒരു നമ്മുടെ ബുള്ളറ്റ് ഇടുന്ന ഈ ഒരു പാർട്ട് കണക്ട് ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കണക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗണ്ണിൻ്റെ ആ ഒരു കോയിൽ ഭാഗം, നമ്മുടെ ബുള്ളറ്റ് ഇടുന്ന ഭാഗം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനൊരു യൂസ് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബുള്ളറ്റ് ഇടുക. അതേപോലെ ഇത് നമ്മുടെ ആ ഒരു വാൾവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ടറും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഗണ്ണിൻ്റെ എയർ ഫില്ല് ചെയ്യുന്ന ഈ ഒരു പാർട്ടാണ്. എയർ ഫില്ല് ചെയ്യുന്ന പാർട്ടിൽ നമ്മുടെ ആ ഒരു ഈ വാൾ ട്യൂബ് കണക്ട് ചെയ്യുന്നതാണ് നോക്കാനുള്ളത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സൈക്കിളിൻ്റെ ഒരു ട്യൂബിൻ്റെ എയർ ഫില്ല് ചെയ്യുന്ന ആ ഒരു പാർട്ടാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു പാർട്ടിൽ ഇതിലേക്ക് ഇടണം. അപ്പോൾ അതിനു വേണ്ടി കറക്റ്റാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു രൂപത്തിൽ കറക്റ്റായിട്ട് തന്നെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഗണ്ണിൻ്റെ ആ ഒരു 1/2 ഇഞ്ചിൻ്റെ കണക്ടറിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഗണ്ണിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഗണ്ണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബുള്ളറ്റ് പോകുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വാൾ ട്യൂബിൽ നമ്മളൊരു പമ്പ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ കാറ്റ് അടിച്ച് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വാൾവ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ അതിൽ എയർ കറക്റ്റായിട്ട് ഫില്ലാവുകയുള്ളൂ. ഇനി നമ്മൾ ഈ ഗണ്ണിൽ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ കോട്ടിയാണ്. നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് PVC പൈപ്പിൽ അടങ്ങുന്ന, അതായത് ആ ഒരു 1/2 ഇഞ്ച് PVC പൈപ്പിന് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന എന്ത് വേണമെങ്കിലും നമുക്കിതിലൊരു ബുള്ളറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഇത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ കുറച്ച് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിക്കൊണ്ട് അത് ആ ഒരു പൈപ്പിന് കറക്റ്റ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാത്തത്. നമ്മൾ ഇതിൽ എയറൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു വാൾവ് ഓപ്പൺ ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ ആ ഒരു പ്രഷർ കൊണ്ടാണ് നമ്മുടെ ആ ഒരു ബുള്ളറ്റ് കറക്റ്റായിട്ട് നമ്മളൊരു ഗണ്ണ് പോലെ അത് തെറിച്ച് പോവുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു PVC ഊരിയതിന് ശേഷം അവിടെ നമ്മുടെ ബുള്ളറ്റ് ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ തിരിച്ച് കണക്ട് ചെയ്യാം. എന്നതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ വാൾവ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബുള്ളറ്റ് തെറിച്ച് പോകുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഗണ്ണിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗണ്ണ് ഉണ്ടാക്കിയെടുത്ത ഗണ്ണ് എത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഇതിൽ എയർ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു ഗണ്ണ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ഗണ്ണ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.